ഹേ ഗായ്സ്, ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണേണ്ട ഒരു രക്ഷയില്ലാത്ത കിടിലൻ സർവൈവൽ ത്രില്ലറാണ് 2026-ൽ റിലീസായ എയ്പെക്സ് എന്ന് പറഞ്ഞ സിനിമ. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇത് വേറെ ലെവലായിരുന്നു എന്ന്. കാരണം സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ അങ്ങ് ഞെട്ടിക്കുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായിക ഒരു ടെൻറ്റിനുള്ളിൽ നിന്ന് കണ്ണ് തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉടനെ അവൾ അടുത്തിരിക്കുന്ന പാർട്ട്ണറോട് പറയുന്നു, സമയം ഒരുപാട് വൈകി, കാലാവസ്ഥയും ഇപ്പോൾ അത്ര ശരിയല്ല, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. പാർട്ട്ണർ സമ്മതിക്കുന്നു. ശരി, നമ്മുടെ ജോലി തുടങ്ങാമെന്ന്. നമ്മുടെ നായിക വേഗം തയ്യാറാകുന്നു. പക്ഷേ ആ ടെൻറ്റിനെ പുറത്തേക്കൊന്ന് എത്തി നോക്കിയാൽ മതി, നിങ്ങൾക്കും തല കറങ്ങും. കാരണം അവരൊരു മലയുടെ വശത്താണ് ടെൻറ്റ് അടിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നായികയും പാർട്ട്ണറും ഹിൽ ക്ലൈംബേഴ്സാണ്. ഇവർ സ്ഥിരമായി മല കയറുന്നവരാണ്. മലകയറ്റത്തിൻ്റെ ഇടയ്ക്ക് ക്ഷീണം തോന്നിയാൽ മലയുടെ നടുവിൽ തന്നെ ഇതുപോലെ ടെൻറ്റ് കെട്ടി സുരക്ഷിതമായി താമസിക്കും, പ്രത്യേകം ഹുക്കുകളൊക്കെ ഉപയോഗിച്ച്. അതൊരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പക്ഷെ അവർക്കതൊക്കെ സാധാരണയാണ്. അങ്ങനെ അവർ വീണ്ടും മല കയറാൻ തുടങ്ങുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് മലയിലെ വിടവുകളിൽ ഹുക്കുകൾ കൃത്യമായി ഉറപ്പിച്ച് വളരെ പ്രൊഫഷണലായി മുകളിലേക്ക് കയറുകയാണ്. ഇനി അവസാന ഘട്ടമാണ്. അവിടെ ഒരു എഡ്ജിലെത്തി അവിടെ പിടിച്ച് മുകളിൽ കയറിയാൽ ആ മല കയറ്റം പൂർത്തിയാക്കാം. അതിനായി നായിക ആദ്യത്തെ തവണ ശ്രമിക്കുന്നു. എന്നാൽ കൈ വഴുതി താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് ഹീറോയിൻ താഴെ വീണല്ലോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവർ സേഫ്റ്റി റോപ്സ് ധരിച്ചിട്ടുള്ളതുകൊണ്ട് താഴെ വീഴാതെ ആ കയറിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നു. ഇത് കണ്ട പാർട്ട്ണർ, എന്തുപറ്റി മോളെ, നിനക്ക് കഴിയില്ലേ, എങ്കിൽ വിട്ടേക്കൂ എന്ന് പറയുന്നു. ഉടനെ നായിക, ഹേ വിട്ടേക്കാനോ, എനിക്ക് കഴിയുമെന്നേ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കയറാൻ ശ്രമിക്കുന്നു. വീണ്ടും വഴുതി വീഴുന്നു. ഇത് കണ്ട പാർട്ട്ണർ, ഹേ റിലാക്സ് ഡിയർ, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മോശമാവുന്നത് പോലെ തോന്നുന്നു, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് വേഗം താഴെ ഇറങ്ങാം, നാളെ വന്നിത് വീണ്ടും ട്രൈ ചെയ്യാം, ഇപ്പോൾ ടെൻറ്റിലേക്ക് പോകാം. ഇത് കേട്ടപ്പോൾ നായികയ്ക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല. കാലാവസ്ഥ മോശമായാൽ സംഗതി വഷളാകും. അതുകൊണ്ട് അവർ തിരികെ വന്ന് ആ ടെൻറ്റിൽ തന്നെ താമസിക്കുന്നു. മലയുടെ നടുവിലുള്ള ആ ടെൻറ്റ് കണ്ടാൽ നമുക്ക് പേടി തോന്നുമെങ്കിലും അവർക്ക് പേടിയൊന്നുമില്ല. അവർ ഉള്ളിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ പാർട്ട്ണർ പറയുന്നു, കാലാവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് ഈ മലകയറ്റം നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. ഏയ്, നിങ്ങളെന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് സാധാരണ കാലാവസ്ഥയെ അത്ര പേടിയൊന്നുമില്ലല്ലോ, വേറെന്തെങ്കിലും കാരണമുണ്ടോ? സത്യം പറ എന്ന് നായിക ചോദിക്കുമ്പോഴാണ് പാർട്ട്ണർ ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പക്കൽ ഒരു കോമ്പസ് ഉണ്ട്. അത് അവൻ്റെ ഒരു ലക്കി ചാമാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ആ കോമ്പസിൽ തൊട്ടുകൊണ്ട് അവൻ പറയുന്നു, ഇനി എനിക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്നറിയില്ല, കാരണം എൻ്റെ ഭാഗ്യം എന്നെ വിട്ടുപോകുന്നതായി എനിക്ക് തോന്നുന്നു. ഇത് കേട്ട് നായിക ആകെ ടെൻഷനാവുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നായിക ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, നോക്കു മോളെ, എന്തു തന്നെ ആയാലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നീ ചെയ്യുന്നത് തുടരുക, പക്ഷെ കുറച്ച് ക്ഷമയോടെ റിലാക്സായി ചെയ്യുക. ആ കോമ്പസ് ഇപ്പോൾ ശരിയായി വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് തൻ്റെ ഭാഗ്യവും പതുക്കെ നഷ്ടപ്പെട്ടുവെന്ന് അവൻ കരുതുന്നു. കോമ്പസ് വഴി തനിക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഇനി താൻ കുറച്ചു നാൾ കൂടി മാത്രമേ എന്നവൻ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നായിക ആ കോമ്പസ് പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കൊടുങ്കാറ്റ് കടുത്തതുകൊണ്ട് ഇരുവരും വേഗത്തിൽ താഴേക്കിറങ്ങുന്നതാണ്. കാലാവസ്ഥ മോശമായതിനാൽ അവർ താഴേക്കിറങ്ങുമ്പോഴും നായിക ചോദിക്കുന്നുണ്ട്, ഈ കൊടുങ്കാറ്റ് മാറിയാലുടനെ നാളെ നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറണം, സമ്മതമല്ലേ എന്ന്. ആ മലയുടെ മുകളിൽ എത്തിയേ തീരൂ എന്ന് നായിക ഉറപ്പിച്ചു കഴിഞ്ഞു. തനിക്ക് ഭാഗ്യമില്ലെന്ന് പാർട്ട്ണർക്ക് തോന്നുന്നുണ്ടെങ്കിലും നായിക ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട് അവൻ സമ്മതിക്കുന്നു. അതേസമയം അവിടെ കൊടുങ്കാറ്റ് ശക്തിയാർജിക്കുന്നു. മുകളിൽ നിന്ന് ചെറിയ പാറക്കല്ലുകൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. ഇത് കണ്ട് പാർട്ട്ണർ ഓരോ ഹുക്കുകളും മാറ്റി വേഗത്തിൽ താഴേക്കിറങ്ങാൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരായി താഴേക്കിറങ്ങിക്കൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ പാർട്ട്ണർ ചോദിക്കുന്നു, നീ ഹുക്കുറപ്പിച്ചോ എന്ന് പരിഭ്രമത്തോടെ ചോദിക്കുന്നു. അപ്പോൾ നായിക ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മറുപടി നൽകുന്നു. അതുകൊണ്ട് വേഗത്തിൽ കൊളുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ മുകളിൽ നിന്ന് കുറേ പാറകൾ വീഴാൻ തുടങ്ങുന്നു. അത് മഞ്ഞുപാറകളാണ്. അതിലൊന്ന് നമ്മുടെ പാർട്ട്ണറുടെ തലയിൽ തന്നെ കൊള്ളുന്നു. അതോടെ അയാൾ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. നമ്മുടെ ഹീറോയിൻ ആ കയർ കൊളുത്തിയിട്ടില്ലല്ലോ, എങ്കിലും കൈകൊണ്ട് അത് മുറുക്ക പിടിക്കുന്നു. ഇവിടെ പാർട്ട്ണറെ നോക്കിയാൽ തലയിൽ അടിയേറ്റതുകൊണ്ട് ബോധം പോയിരിക്കുകയാണ്. കണ്ണു തുറക്കുന്നില്ല. ഹീറോയിൻ നിലവിളിക്കുന്നു. അവൾക്കവനെ പൊക്കാൻ കഴിയുന്നില്ല. വേഗം മുകളിലേക്ക് കയറി വരൂ, എനിക്ക് കഴിയുന്നില്ല, ഈ ഹുക്ക് കൊളുത്തിയിട്ടില്ല എന്നിങ്ങനെ ഒരുപാട് നിലവിളിക്കുന്നു. പക്ഷേ അയാൾ ബോധമില്ലാതെ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ ഭാരം താങ്ങാൻ കഴിയുന്നില്ല. അവളുടെ ഹുക്കും ഭാരം താങ്ങാൻ വയ്യാതെ പൊട്ടിപ്പോകാൻ തുടങ്ങുകയാണ്. കൈകൊണ്ട് പിടിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് കൈ വിട്ടുപോകുന്നു. പാർട്ട്ണർ മുകളിൽ നിന്ന് താഴെ വീണ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട് ഹീറോയിൻ അലറി കരയുകയാണ്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സീൻ കട്ടാകുന്നു. അതിനുശേഷം ഒരു 5 മാസത്തിന് ശേഷമുള്ള ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഇത്രയും നാൾ വലിയ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ കാർ എടുത്ത് എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലേക്കാണ്. ആ ഓസ്ട്രേലിയ അവളുടെ പാർട്ട്ണറുടെ ജന്മനാടാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാൽ പാർട്ട്ണർ കൂടെ ഉള്ളതുപോലെ അവർക്ക് തോന്നും. ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ട്രിപ്പ് പോകാമെന്ന് കരുതി വന്നിരിക്കുന്നത്. മനസ്സ് നിറയെ സങ്കടത്തിലാണ്. ആ കോമ്പസും നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുണ്ട്. കാരണം ആ കോമ്പസ് പാർട്ട്ണറുടേതായിരുന്നു. അവനത് നോക്കിയിട്ട് ലക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹീറോയിനാണ് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. അതുകൊണ്ട് ഞാനാണോ
എന്റെ ഭർത്താവിനെ കൊന്നത് എന്ന കുറ്റബോധത്തിലാണ് ഇത്രയും നാൾ ഹീറോയിൻ കരഞ്ഞു കഴിഞ്ഞത്. അതിൽ നിന്ന് മാറ്റം കിട്ടാനാണ് ഇപ്പോൾ കാറെടുത്ത് ആദ്യമായി പുറത്തേക്ക് വരുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയയിൽ കയാക്കിംഗ് അവിടെ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് നാരോ എന്ന് പറയുന്നൊരിടമുണ്ട്. അവിടെ വെള്ളം കുത്തിയൊലിച്ച് പാഞ്ഞു പോകും. അതും കാടിന് നടുവിലൂടെ വേണം യാത്ര ചെയ്യാനായിട്ട്. അവിടെ പോയി കയാക്കിംഗ് ചെയ്യാമെന്ന് കരുതിയാണ് പോകുന്നത്. അവിടെ എത്തിയ ഉടനെ തന്റെ GPS ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സിഗ്നൽ ഒന്നും ലഭിക്കുന്നില്ല. അതുകൂടാതെ കയ്യിലൊരു മാപ്പും ഉണ്ടായിരുന്നു. അത് നോക്കിയാണ് ഗ്രാൻഡ് നാരോ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടേക്കെത്താൻ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ ഇടയ്ക്കിടെ വിശ്രമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ അവൾക്ക് തന്റെ പാർട്ട്ണറുടെ ഓർമ്മ വരുന്നു. കാരണം അവളുടെ മനസ്സിനുള്ളിൽ വലിയ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്കന്ന് നേരത്തെ താഴെ ഇറങ്ങാമായിരുന്നു, എല്ലാം എന്റെ തെറ്റാണ്, ഞാനാണ് തിടുക്കം കൂട്ടിയത് എന്നൊക്കെ ആലോചിച്ച് അവൾ വിഷമിക്കുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടുത്തെ ഒരു റേഞ്ചർ സ്റ്റേഷനിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ അവിടെ നിറയെ മിസ്സിംഗ് പോസ്റ്ററുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് വന്ന കുറേ പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള റേഞ്ചർ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട്, നിങ്ങൾ തനിയെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഈ കാടിനുള്ളിൽ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പോകുന്നതിനു മുൻപ് ഈ പേപ്പറിൽ ഒപ്പിടണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയൂ എന്നിങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിന് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അവൾ നേരത്തെ തന്നെ ഒരു മൗണ്ടൻ ക്ലൈംബർ ആണല്ലോ. അതുകൊണ്ട് ഇതൊന്നും അത്ര കാര്യമാക്കാതെ അവിടെ നിന്ന് നേരെ കാടിനുള്ളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പോകുന്നതിന് മുൻപായി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തുന്നു. അവൾക്ക് വേണ്ട ലഘുഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് അവിടെ നിർത്തുന്നത്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചില വേട്ടക്കാരുണ്ടായിരുന്നു. അവിടെ തന്നെ വേട്ടയാടി ജീവിക്കുന്ന കുറച്ച് ലോക്കൽ ഹണ്ടേഴ്സ്. അവർ ഹീറോയിനെ കണ്ടതും വല്ലാതെ അവളെ വായി നോക്കി പല രീതിയിലുള്ള ആംഗ്യങ്ങളും അടയാളങ്ങളും കാണിച്ച് ഹീറോയിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ വാങ്ങുന്നു. ആ സമയത്താണ് ആ കടയ്ക്കുള്ളിലേക്കൊരാൾ വരുന്നത്. ഒരു മൊട്ടത്തലയൻ. ഇവന്റെ പേര് ബെൻ എന്നാണ്. അവൻ കയ്യിൽ ചില സാധനങ്ങളുമായിട്ടാണ് വന്നത്. അവനെ കണ്ടതും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരി, ബെൻ, നീ വന്നോ? നിന്റെ സാധനത്തിനു വേണ്ടി ഇവിടെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. നിന്റെ ഈ ബീഫ് ചർക്കി അത് സൂപ്പറാണ്, നല്ല പോലെ വിറ്റുപോകുന്നു, ഇനിയും കുറെ കൊണ്ടുവാ എന്നൊക്കെ സംസാരിക്കുന്നു. ഇതെല്ലാം ഹീറോയിനും കാണുന്നുണ്ട്. അതേസമയം ആ ലോക്കൽ ഹണ്ടേഴ്സ് നമ്മുടെ ഹീറോയിനെ വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ മേത്ത് തട്ടുക, കളിയാക്കുക, അങ്ങനെയെല്ലാം. ഇത് കണ്ട ബെൻ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ പെൺകുട്ടിയെ സമാധാനമായി ഇരിക്കാൻ വിടില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ആ വേട്ടക്കാർ, ഓ നാശം, ഇവൻ വീണ്ടും വന്നല്ലോ, ഇവന്റെ സംസാരം കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിവിടുന്ന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹീറോയിൻ വാങ്ങിയ സാധനങ്ങൾക്ക് പണം നൽകുന്നു. ഉടനെ ബെൻ നായികയോട് അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ക്ഷമിക്കണം, അവർ വെറും ലോക്കൽ ഹണ്ടേഴ്സാണ്, നിങ്ങളൊന്നും തെറ്റായി വിചാരിക്കരുത് എന്നവൻ പറയുമ്പോൾ, ഏയ് ഞാനൊന്നും വിചാരിച്ചില്ല, എന്നെ സുരക്ഷിതമായി നോക്കാൻ എനിക്കറിയാം എന്ന് നായിക മറുപടി പറയുന്നു. ഇത് കേട്ട് ബെൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നായികയാകട്ടെ ബെൻ കൊണ്ടുവന്ന ആ ബീഫ് ചർക്കിയിൽ നിന്നൊരു പാക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നു. പിന്നീട് അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ബെൻ പറയുന്നു, സൂക്ഷിച്ചു പോകണം, അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വെള്ളം വളരെ വേഗത്തിലായിരിക്കും ഒഴുകുന്നത്, പേടിക്കരുത് എന്ന് ഉപദേശം നൽകുന്നു. എന്നാൽ നായിക കാറിന്റെ ഗ്ലാസ് ഉയർത്തി ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകുന്നു. അങ്ങനെ ബെൻ പറഞ്ഞ സ്ഥലത്തേക്ക് നായിക എത്തുന്നു. അവിടേക്ക് കയറാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ അവിടേക്ക് മറ്റൊരു കാർ കൂടി വരുന്നു. അത് വേറെ ആരുടേതുമല്ല, ആ ലോക്കൽ ഹണ്ടേഴ്സിൻ്റേതായിരുന്നു. ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട അതേ ആളുകൾ തന്നെ. അവരൊരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ട് നായിക പേടിച്ചില്ല. പകരം സുരക്ഷയ്ക്കായി പെപ്പർ സ്പ്രേ കയ്യിൽ കരുതി നായിക കാറിനുള്ളിൽ തന്നെ കിടന്നുറങ്ങുന്നു. അവരാകട്ടെ നായികയെ കാര്യമായി ശല്യം ചെയ്യാതെ ബഹളം വെച്ചും മറ്റും അവിടെ ആഘോഷിക്കുകയാണ്. ഒരു സമയത്ത് അവർ നായികയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയാത്തതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നായിക തന്റെ സാഹസികമായ കയാക്കിംഗ് യാത്ര തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഒരു ചെറിയ ബോട്ട് പോലെ ഇരിക്കുന്ന അതിൽ പുഴയിലൂടെയുള്ള യാത്രയ്ക്കായി ഹെൽമറ്റൊക്കെ ധരിച്ച് അവൾ തയ്യാറെടുക്കുന്നു. പുഴയിലെ വെള്ളം അവൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല വേഗത്തിൽ ഒഴുകുകയായിരുന്നു. യാത്ര നന്നായി ആസ്വദിച്ചു പോകുന്നതിനിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം വരുന്നു. അവൾ ബോട്ട് കയറുകൊണ്ട് കെട്ടി പതുക്കെ താഴേക്കിറക്കി വിട്ട ശേഷം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അത് വളരെ മനോഹരമായിരുന്നു. കുറച്ചുനേരം അവിടെ വിശ്രമിച്ച ശേഷം വീണ്ടും ബോട്ടിൽ കയറി യാത്ര തുടരുന്നു. ആ പുഴ ഒഴുകിയെത്തുന്നത് ബെൻ പറഞ്ഞ ബ്ലാക്ക് സ്റ്റോൺ എന്ന സ്ഥലത്തേക്കാണ്. ബെൻ പറഞ്ഞിരുന്ന അതേ സ്ഥലം. അവിടെ നായിക ചില ഫോട്ടോകൾ കാണുന്നു. റേഞ്ചർ സ്റ്റേഷനിൽ കണ്ട മിസ്സിംഗ് പോസ്റ്ററിലെ അതേ ഫോട്ടോകളായിരുന്നു അത്. കാണാതായവരുടെ സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇന്ന് അവിടെ ടെന്റ് അടിച്ച് താമസിക്കാമെന്നും നാളെ ബാക്കി യാത്ര തുടരാമെന്നും അവൾ തീരുമാനിക്കുന്നു. മൃഗങ്ങൾ വന്ന് കൊണ്ടുപോകാതിരിക്കാൻ അവൾ തന്റെ ബാഗ് ഒരു മരത്തിൽ തൂക്കിയിടുന്നു. മൃഗങ്ങൾ ബാഗ് എടുക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ശേഷം ബാഗിലുണ്ടായിരുന്ന ആ ബീഫ് ചെറുക്കി അവൾ എടുക്കുന്നു. അവൾ അതെടുത്ത് കഴിച്ചു നോക്കുന്നു. അതിന്റെ രുചി അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഇങ്ങനൊന്നും അവൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ അത് ബീഫ് പോലെ തോന്നുന്നുമില്ല. എങ്കിലും ഏതോ വ്യത്യസ്ത രീതിയിൽ പാകം ചെയ്തതാകാം എന്ന് കരുതി അവൾ അവിടെ ടെന്റൊക്കെ റെഡിയാക്കി ഉറങ്ങാൻ പോകുന്നു.
പിറ്റേ ദിവസം രാവിലെ നായിക കണ്ണു തുറന്ന ഉടനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവളുടെ ബാഗ് കാണാനില്ല. എന്താണിത്? ഈ മരത്തിലല്ലേ തൂക്കിയിട്ടിരുന്നത്? എവിടെ പോയി കാണും? മറ്റാരെങ്കിലും എടുത്തോണ്ട് പോയതാകുമോ? ഈ സമയത്ത് ഇവിടെ ആര് വരാനാണ് എന്നാലോചിച്ച് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ആ ബാഗിലാണ് അവൾക്ക് വേണ്ട ഭക്ഷണവും വഴി നോക്കാനുള്ള മാപ്പും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരാശയായ നായിക തിരിച്ച് ടെന്റിലേക്ക് വരുന്നു. എന്നാൽ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപേ നോക്കുമ്പോൾ ഉള്ളിലൊരു പാമ്പിനെ കാണുന്നു. അവൾ പെട്ടെന്ന് ഭയന്നു പോകുന്നു. പതുക്കെ പിന്മാറിയ ശേഷം അവൾ ആ ചെറിയ ബോട്ടിൽ കയറി തുഴഞ്ഞ് ചുറ്റുമുള്ള സ്ഥലങ്ങൾ നോക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നോക്കുന്നതിനിടെ അവിടെ ഒരു പ്രത്യേക സ്ഥലം കാണുന്നു. ബെൻ നേരത്തെ പറഞ്ഞിരുന്ന അതേ സ്ഥലമാണത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബെൻ പറഞ്ഞത് സത്യമാണല്ലോ. ഈ സ്ഥലം എത്ര മനോഹരമാണെന്ന് അവൾ ചിന്തിക്കുകയാണ്. അവിടെയുള്ള കാട്ടിനുള്ളിലേക്ക് അവൾ പതുക്കെ കയറി നോക്കുമ്പോൾ ആരോ അവിടെ ടെൻ്റടിച്ച് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. നോക്കുമ്പോൾ അത് ബെന്നാണ്. നായികയെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ബെൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്നെ മനസ്സിലായോ? നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നല്ലോ. നായികയ്ക്കും അവനെ ഓർമ്മയുണ്ടായിരുന്നു. ബെൻ അവളെ അവിടെ ഇരിക്കാൻ ക്ഷണിക്കുകയും അവൾക്ക് വേണ്ട ആഹാരം നൽകുകയും ചെയ്യുന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സ്ഥലം എത്ര മനോഹരമാണെന്ന്. നിങ്ങൾക്കിതിഷ്ടപ്പെട്ടോ എന്ന് ബെൻ ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ നല്ല സ്ഥലമാണ്. പക്ഷേ എൻ്റെ ബാഗ് കാണാതായി. അതിലൊരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഉടനെ ബെൻ, ബാഗ് കാണാതായോ? വല്ല പ്രേതവും എടുത്തോണ്ട് പോയതാകുമോ എന്ന മട്ടിൽ തമാശയായി സംസാരിക്കുന്നു. പേടിക്കണ്ട, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൂടി നൽകാം. ആദ്യമൊന്ന് സ്വസ്ഥായിട്ടിരിക്കെ, ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു. ഇതൊക്കെ കണ്ട നായിക പറയുകയാണ്, ഞാൻ നിങ്ങൾ തന്ന ആ ബീഫ് ജർക്കി കഴിച്ചു നോക്കിയിരുന്നു. അത് വളരെ രുചികരമായിരുന്നു. എങ്ങനെയാണ് നിങ്ങളതുണ്ടാക്കിയത് എന്ന് നായിക ചോദിക്കുമ്പോൾ ബെൻ പറയുന്നു, അത് ലോങ് പ്രോസസ്സാണ്. എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന രീതിയാണിത്. ഇറച്ചി മുറിച്ച് ഉണക്കി തൂക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എടുക്കുന്നത്. അത് നല്ല രുചിയായിരിക്കും. അവൻ അതിനിടയ്ക്ക് അവൾക്ക് കുടിക്കാൻ വെള്ളം ചൂടാക്കി നൽകുന്നു. ഉടനെ നായിക ചോദിക്കുന്നു, നിങ്ങൾ ഓസ്ട്രേലിയയിൽ എവിടെ നിന്നാണ്? എന്നാൽ താൻ ഓസ്ട്രേലിയക്കാരനല്ലെന്ന് ബെൻ പറയുന്നു. എങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരനാണോ? കണ്ടിട്ടങ്ങനെ തോന്നുന്നു. ശരിയാണ്, ഞാൻ ബ്രിട്ടീഷുകാരനാണ്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതൊരു വലിയ കഥയാണ്. അത് വിടൂ, നിങ്ങളെക്കുറിച്ച് പറയൂ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കയാക്കിങ്ങിന് വരാറുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ എല്ലാ സാഹസികമായ കാര്യങ്ങളും ചെയ്യും, പ്രത്യേകിച്ചും മൗണ്ടൻ ക്ലൈംബിംഗ്. അപ്പോൾ മല കയറുന്നവർക്ക് നല്ല ധൈര്യമായിരിക്കുമല്ലോ. നിങ്ങളെ കണ്ടാലും നല്ല ധൈര്യമുള്ളവളെ പോലെയുണ്ട്. സംസാരിക്കുന്നതും ധൈര്യത്തോടെയാണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഭക്ഷണം നൽകുന്നു. അവൾ അത് വാങ്ങി കഴിക്കുന്നു. അപ്പോൾ ബെൻ ചോദിക്കുന്നു, ഒരു പക്ഷേ പാർട്ട്ണറുമായി വഴക്കിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ സങ്കടം മാറ്റാൻ ഇവിടെ വന്ന് കയാക്കിംഗ് ചെയ്യുന്നത് എന്ന്. അത് കേട്ട നായിക പെട്ടെന്ന് നിശബ്ദയാകുന്നു. അവൾ ഭക്ഷണത്തിന് നന്ദി മാത്രം പറയുന്നു. അപ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്നലെ രാത്രി ആ വേട്ടക്കാർ വന്നിരുന്നല്ലോ. ഒരു പക്ഷേ അവരെൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടാകുമോ? അവരെന്നെ കളിപ്പിക്കുകയാണോ എന്നവൾ സംശയിക്കുമ്പോൾ ബെൻ പറയുന്നു, അതിന് സാധ്യതയില്ല. അവരെ നിങ്ങൾ അത്രയും നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് അവർ ബാഗ് എടുക്കാൻ വഴിയില്ല. അപ്പോൾ നായികയ്ക്കൊരു സംശയം, ഇന്നലെ അവിടെ നിങ്ങളുണ്ടായിരുന്നോ? അവരവിടെ വന്നത് നിങ്ങൾ കണ്ടോ? ബെൻ പറയുന്നു, അതെ, ഞാൻ അവിടെ നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുമായി വഴക്കിടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കാറിനുള്ളിൽ നിങ്ങൾ വളരെ ധൈര്യമായിരിക്കുന്നത് കണ്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ നായികയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് കരുതി അവൾ എഴുതി നിൽക്കുന്നു. ഉടനെ ബെൻ കൈകാട്ടി അവളെ തടയുന്നു. അപ്പോഴാണ് നായിക അവൻ്റെ കൈയിലെ ബ്രേസ്ലെറ്റ് ശ്രദ്ധിക്കുന്നത്. അത് അവളുടെ ബാഗിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റായിരുന്നു. ഇവൻ ഇതെങ്ങനെ എടുത്തു എന്ന് കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. അതോടെ അവളുടെ ബാഗ് ഇവൻ്റെ കയ്യിലുണ്ടെന്ന് അവൾ ഉറപ്പാകുന്നു. ഇത് ശ്രദ്ധിച്ച ബെൻ പറയുന്നു, ഓ, ഈ ബ്രേസ്ലെറ്റോ? എനിക്കിതിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ പറഞ്ഞതും അവിടെ നിന്ന് വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ബെൻ ഒരു ബാഗ് അങ്ങോട്ട് വലിച്ചെറിയുന്നു. അത് നമ്മുടെ നായികയുടെ ബാഗ് തന്നെയായിരുന്നു. അതോടൊപ്പം ഒരു ക്രോസ് ബോയും, അതായത് ഒരു അമ്പും വില്ലും പോലെയുള്ള ഒരു ആയുധമാണത്. ഒരു സ്പീക്കറും എടുത്തു വെച്ചിട്ട് അവൻ വളരെ കൂളായി പറയുന്നു, ഞാനിപ്പോൾ ഒരു പാട്ടിടും. ആ പാട്ട് തീരുന്നതുവരെയാണ് നിനക്കുള്ള സമയം. അതുവരെ നിനക്ക് എവിടെ വേണമെങ്കിലും ഓടി ഒളിക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വേട്ടയാടാൻ തുടങ്ങും. ഈ കാട്ടിനുള്ളിൽ നീ എവിടെ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടെത്തി വേട്ടയാടും എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ട നായിക ആകെ പരിഭ്രാന്തിയിലാകുന്നു. ഉടനെ ആ ബാഗുമെടുത്ത് അവൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊരു സൈക്കോയുടെ കയ്യിൽ കാട്ടിനുള്ളിൽ പെട്ടുപോയല്ലോ എന്നോർത്ത് അവൾ പേടിച്ചോടുകയാണ്. ആ പാട്ട് തീരുന്നതുവരെ ബെൻ അവിടെ നിന്ന് മാറുന്നില്ല. അവൻ അവിടെ നിന്ന് നൃത്തം ചെയ്യുകയാണ്. നായികയാകട്ടെ കിതച്ചോടി തൻ്റെ ബോട്ടിൽ കയറുന്നു. ആ ചെറിയ ബോട്ടിൽ കയറി അവൾ വേഗത്തിൽ തുഴഞ്ഞു പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും പാട്ട് അവസാനിക്കുന്നു. അതോടെ ബെൻ ക്രോസ്ബോയുമായി നായികയെ വേട്ടയാടാൻ ഇറങ്ങുന്നു.
മറുഭാഗത്ത് നായിക തന്റെ ബോട്ടിൽ പുഴയിലൂടെ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പുഴയിൽ ജീവൻ നിലനിർത്താൻ അവൾ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ഒരു ചെറിയ വെള്ളച്ചാട്ടം വരുന്നത്. അതിൽ താഴേക്ക് വീഴുമ്പോൾ നായികയുടെ തലയ്ക്ക് ചെറിയൊരു പരിക്കേൽക്കുന്നു. അതോടൊപ്പം ബോട്ട് അവിടെ നിന്ന് ഒഴുകി മാറുന്നു. നായിക ബോധം വീണ് കണ്ണു തുറക്കുമ്പോൾ ബോട്ട് കാണാനില്ല. എങ്ങനെയൊക്കെയോ നീന്തി അവൾ കരയ്ക്കടിയുന്നു. തന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ലെന്ന് കണ്ട് അവൾ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബാഗുമെടുത്ത് നടക്കുന്നു. അപ്പോഴാണ് ആരോ സഹായത്തിനായി നിലവിളിക്കുന്നത് അവൾ കേൾക്കുന്നത്. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് അവൾ തിരഞ്ഞു നോക്കുമ്പോൾ ഒരു ഫോൺ അവിടെ കിടക്കുന്നത് കാണുന്നു. അതിലൊരു കുടുംബത്തിന്റെ വീഡിയോ പ്ലേ ആവുകയായിരുന്നു. ഇത് കണ്ട് നായിക ഭയന്നു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അമ്പ് വന്ന് അടുത്തുള്ള മരത്തിൽ തറയ്ക്കുന്നു. ആ സൈക്കോ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ വീണ്ടും പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങുന്നു. അവൻ പിന്നാലെ ക്രോസ്ബോയുമായി വരുന്നുണ്ട്. അവൻ നായികയ്ക്ക് നേരെ അമ്പുകൾ എയ്യുന്നു. അതിലൊന്ന് അവളുടെ കാലിൽ ഉരസി കടന്നുപോകുന്നു. എങ്കിലും വിട്ടുകൊടുക്കാതെ നായിക വീണ്ടും ഓടുന്നു. ഒടുവിൽ ഒരമ്പ് അവളുടെ ബാഗിൽ വന്ന് തറയ്ക്കുന്നു. അതോടെ ബാലൻസ് തെറ്റി അവൾ താഴെ വീഴുന്നു. വെള്ളത്തിലേക്ക് വീണ നായികയെ ശക്തമായ ഒഴുക്ക് വീണ്ടും ദൂരേക്ക് കൊണ്ടുപോകുന്നു. പുഴയിലൂടെ ഒഴുകി ഒടുവിൽ നായിക മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ബോധം തെളിയുന്നു. അവിടെ എത്തിയ ഉടനെ അവൾ തന്റെ കാല് പരിശോധിക്കുന്നു. ഭാഗ്യത്തിന് ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. അതേസമയം തന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അത് തകർന്നിരിക്കുന്നതായി കാണുന്നു. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും നായിക ധൈര്യം കൈവിടാതെ വെള്ളം കുടിക്കുകയും ചോക്ലേറ്റൊക്കെ കഴിച്ച് സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ആ സൈക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി തന്റെ കയ്യിലുള്ള പെപ്പർ സ്പ്രേ ബാഗിൽ എളുപ്പത്തിലെടുക്കാവുന്ന ഭാഗത്ത് വെച്ച് അവൾ ഓടാൻ തുടങ്ങുന്നു. ബെന്നിൽ നിന്ന് എത്രത്തോളം അകലെ പോകാൻ പറ്റുമോ അത്രത്തോളം ദൂരേക്ക് അവൾ പോകുന്നു. പോകുന്ന വഴിയിൽ ഒരു ചെറിയ മല കാണുന്നു. നായിക നേരത്തെ തന്നെ മലകയറ്റത്തിൽ വൈദഗ്ധ്യമുള്ള ആളായതുകൊണ്ട് റോപ്പൊന്നുമില്ലാതെ തന്നെ കഷ്ടപ്പെട്ടവൾ മുകളിൽ കയറുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾക്കല്പം സമാധാനമായത്. ഉടനെ ബൈനോക്കുലർ എടുത്ത് ആ സൈക്കോ എവിടെയുണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ അവൻ്റെ ബോട്ട് വശത്ത് കിടക്കുന്നത് അവൾ കാണുന്നു. ആ ബോട്ട് കിട്ടിയാൽ രക്ഷപ്പെടാമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ആ സൈക്കോ എവിടെയാണെന്ന് തിരയുമ്പോൾ അവൻ അവിടെ നടന്നു വരുന്നത് കാണുന്നു. അവൻ തന്നെ കാണരുത് എന്ന് കരുതി അവൾ ഒളിക്കുന്നു. പിന്നീട് വീണ്ടും നോക്കുമ്പോൾ ആ സൈക്കോ നായികയെ നോക്കി ചിരിക്കുന്നത് കാണുന്നു. അത് കണ്ട് നായിക ഭയന്നു പോകുന്നു. ഈ കാടിൻ്റെ ഓരോ വഴികളും അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവനെ വളരെ ശ്രദ്ധിക്കണം എന്ന് കരുതി അവൾ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിക്കുന്നു. ആ സൈക്കോ അവിടെയൊക്കെ തിരഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയെന്നുറപ്പായപ്പോൾ നായിക പുറത്തേക്ക് വരുന്നു. അവൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ അവൻ ഷർട്ടൊന്നുമില്ലാതെ ഭ്രാന്തനെ പോലെ ഒരു സ്ഥലത്തു വെള്ളത്തിൽ കളിച്ചു ബഹളം വയ്ക്കുകയാണ്. ഇതൊരു നല്ല അവസരമാണെന്നും അവൻ്റെ ബോട്ട് എടുത്തുകൊണ്ട് നൈസായി രക്ഷപ്പെടാമെന്നും നായിക തീരുമാനിക്കുന്നു. കാരണം ബോട്ടില്ലാതെ ഇനിയും യാത്ര ചെയ്യാൻ കഴിയില്ല. കൂടാതെ കരയിലൂടെ പോകുന്നത് കൂടുതൽ അപകടമാണെന്നും അവൾക്കറിയാം. അതുകൊണ്ട് ബോട്ട് എടുക്കാനായി ശബ്ദമുണ്ടാക്കാതെ അവൾ വെള്ളത്തിലേക്ക് ചാടി ബോട്ടിനടുത്തേക്ക് നീന്തി വരുന്നു. എന്നാൽ ആ സൈക്കോ ബോട്ട് വളരെ ടൈറ്റായി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് അഴിക്കാൻ നായിക ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറഴിക്കാൻ കഴിയുന്നില്ല. അതിനാൽ കയർ മറുഭാഗത്ത് എവിടെയാണോ കെട്ടിയിരിക്കുന്നത് അതഴിക്കാൻ അവൾ കരയിലേക്ക് കയറുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ബിയർ ട്രാപ്പിൽ അവളുടെ കാല് കുടുങ്ങുന്നത്. അവനവിടെ ചതിക്കുഴി ഒരുക്കിയിരുന്നു. വേദന കൊണ്ട് നായികയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ശബ്ദം കേട്ടതോടെ ആ സൈക്കോ ആവേശത്തിലായി. അവൻ വളരെ സന്തോഷത്തോടെ ഞാൻ വന്നു, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നീ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അങ്ങോട്ട് വരുന്നു. നായിക ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുന്നു. അതൊരു ചങ്ങലയുമായി ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ ചങ്ങലയെങ്കിലും പൊട്ടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അപ്പോഴേക്കും ആ സൈക്കോ വന്ന് ചങ്ങലയിൽ പിടിച്ച് നായികയെ വലിക്കാൻ തുടങ്ങുന്നു. അവൻ ചങ്ങല വലിക്കാൻ തുടങ്ങുമ്പോൾ നായിക പെട്ടെന്ന് ബുദ്ധിപൂർവ്വം തൻ്റെ ബാഗിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് അവൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നു. അവൻ വേദന കൊണ്ട് പുളയുന്നു. ഈ തക്കത്തിന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി കണ്ണ് കഴുകി വന്ന് വീണ്ടും നായികയെ പിടികൂടുന്നു. അവൻ്റെ ക്രോസ്ബോയും അവൻ കയ്യിലെടുക്കുന്നു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ പൂർണ്ണമായും അവൻ്റെ പിടിയിലായി. മര്യാദയ്ക്ക് അതിങ്ങോട്ട് എറിയൂ എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നായികയ്ക്ക് അത് നൽകുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അവനത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളുടെ കാലിലെ ആ ട്രാപ്പ് അഴിച്ചു മാറ്റുന്നു. നീ എന്താണ് ചെയ്യുന്നത്? ഇതൊരു കളിയാണോ എന്ന് നായിക ചോദിക്കുന്നു. അപ്പോൾ അവൻ വളരെ ശാന്തനായി ഇതൊരു കളിയല്ല, ഇതൊരു ആചാരമാണ്, ഒരു റിച്വലാണ് എന്ന് പറഞ്ഞ് അവിടെ കെട്ടിയിടുന്നു. പിന്നീട് അവൻ നൽകിയ ഭക്ഷണം നായിക കഴിക്കുന്നു. കഴിക്കുന്നതിനിടയിൽ അവൾ ചോദിക്കുന്നു, നിനക്കെന്താണ് പറ്റിയത്? നിനക്ക് ഭ്രാന്താണോ? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ നല്ലതുപോലെയല്ലേ സംസാരിച്ചിരുന്നത്? അതിനവൻ മറുപടി നൽകുന്നു, ഞാൻ നിനക്ക് നേരത്തെ ഒരു അവസരം തന്നതാണ്. എളുപ്പവഴി വേണോ അതോ കടുപ്പമേറിയ വഴി വേണോ എന്ന്. പക്ഷെ നീ എന്താണ് തിരഞ്ഞെടുത്തത്? രാത്രിയാകുന്നു, മഴ പെയ്യാൻ തുടങ്ങുന്നു. ആ സൈക്കോ തൻ്റെ ഭ്രാന്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് വിചിത്രമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ആചാരങ്ങൾ എന്താണെന്നും അതെന്തിനാണ് ചെയ്യുന്നതെന്നും അതിലൂടെ എന്ത് ലഭിക്കുമെന്നുമൊക്കെ അവൻ വിചിത്രമായി സംസാരിക്കുന്നു. നായിക അത് ശാന്തമായി കേട്ടിരിക്കുന്നു. കൂടാതെ അവൻ പറയുന്നു, നിനക്കൊരു ഗോത്രവർഗക്കാരെക്കുറിച്ച് അറിയാമോ?
അവർ സ്വന്തം പല്ലുകൾ സ്വയം കൂർപ്പിക്കാറുണ്ട്. അതൊരു വളർച്ചയുടെ അടയാളമായാണ് അവർ കരുതുന്നത്. നിനക്കും അതിനെക്കുറിച്ച് വൈകാതെ അറിയാൻ പറ്റും എന്നൊക്കെ അവൻ ഭ്രാന്തനെ പോലെ പറയുന്നു. അവൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും നായിക ഒന്നും മിണ്ടാതെയിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെയാകുന്നു. അവൻ നായികയെയും കൂട്ടി ബോട്ടിൽ എങ്ങോട്ടോ പോകുന്നു. നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതെന്ത് സ്ഥലമാണ് എന്നവൾ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നിന്റെ പേര് ഞാൻ റേഞ്ചർ സ്റ്റേഷനിലെ രജിസ്റ്ററിൽ കണ്ടിരുന്നു. ഞാനാണ് നിന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത്. എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. പിന്നെ നേരത്തെ നിന്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ പെട്ടെന്ന് മിണ്ടാതായല്ലോ. അതിനെക്കുറിച്ച് പറയൂ. നിനക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ലേ എന്നവൻ ചോദിക്കുന്നു. അതൊരപകടമായിരുന്നു എന്ന് നായിക പറയുമ്പോൾ അവൻ പറയുന്നു, നിന്റെ ഭർത്താവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ അനുഭവസമ്പത്തുള്ള ആളാണെന്നും ഒരുപാട് അപകടകരമായ മലകൾ കീഴടക്കി റെക്കോർഡുകൾ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ അപകടം സംഭവിക്കും? അപ്പോൾ നീ തന്നെയാണോ അയാളെ കൊന്നത്? അങ്ങനെ അവൻ നായികയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായിക താഴെ കിടക്കുന്ന ഒരു കമ്പി ശ്രദ്ധിക്കുന്നു. അത് രക്ഷപ്പെടാൻ സഹായിക്കുമെന്ന് കരുതി അവൾ അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ബെൻ കാണുന്നു. ഓ, നിനക്ക് അത്രയും ധൈര്യമായോ എന്ന് പറഞ്ഞ് അവൻ നായികയെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. ബോട്ടിനോട് ചേർത്താണ് അവൻ അവളെ കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് അവനൊരു കയർ നായികയ്ക്ക് കൊടുത്ത്, ഇത് വെച്ച് കെട്ടിക്കോ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അത് സമ്മതിക്കുന്നു. അവൻ അവളെ ഒരു ഗുഹ പോലുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലെങ്കിലും വലിയൊരു അപകടമാണ് കാത്തിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധം അടിക്കാൻ തുടങ്ങുന്നു. അവൾ മൂക്ക് പൊത്തുന്നു. നോക്കുമ്പോൾ അവിടെ പലരുടെയും മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. റേഞ്ചർ സ്റ്റേഷനിലെ ലിസ്റ്റിൽ കണ്ട കാണാതായ ആളുകളുടെ മൃതദേഹങ്ങളായിരുന്നു അതൊക്കെ. ഇത് കണ്ട് നായിക ഞെട്ടിപ്പോകുന്നു. ഇവൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലെന്ന് അവൾക്ക് ഉറപ്പാവുന്നു. ബെൻ വളരെ കൂളായി ഇങ്ങനെ പറയുന്നു, ചില ഗോത്രവർഗ്ഗക്കാർ തങ്ങൾ വേട്ടയാടുന്ന ഇരകളുടെ ആത്മാവിനെയും പിടികൂടാൻ ആഗ്രഹിക്കാറുണ്ട്. അവർ ഇരയുടെ കരൾ കഴിക്കുമ്പോൾ ആ ആത്മാവിനെ കൂടി തങ്ങൾക്കുള്ളിലാക്കുന്നു എന്നാണ് വിശ്വാസം. നീ ആദ്യം കണ്ട ആ വീഡിയോയിലെ ആളുകൾക്ക് എന്നോട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ എളുപ്പത്തിൽ പിടിച്ചു. പക്ഷെ നിന്നെ പിടിക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നല്ലോ. ഒടുവിൽ നീ എൻ്റെ പിടിയിലായല്ലോ എന്നവൻ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് അവൻ അന്ന് കഴിക്കാൻ തന്ന ആ ബീഫ് ജർക്കി മനുഷ്യമാംസമായിരുന്നു എന്ന്. ഇതളിഞ്ഞതോടെ നായിക പരിഭ്രാന്തയാവുന്നു. എന്നാൽ അവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. പേടിക്കണ്ട, എല്ലാം ശരിയാവും എന്നവൻ പറയുമ്പോൾ നായിക അവനെ തിരിച്ചു സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ചെറുപ്പത്തിൽ നീ വലിയൊരു ട്രോമയിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. അതായിരിക്കാം നിന്റെ മനസ്സിനെ ഇങ്ങനെയാക്കിയത്. നീ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നീ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ നൈസായി പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു. അവൻ ഉടനെ തന്റെ പല്ലങ്ങോട്ട് മാറ്റുകയാണ്. നോക്കുമ്പോൾ പുറത്തുള്ളത് വെപ്പ് പല്ല് പോലെയാണ്, ഉള്ളിലുള്ളതാണ് യഥാർത്ഥ പല്ല്. നേരത്തെ ഒരു ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, പല്ല് കൂർത്തിക്കുന്നത് പോലെ? അതുപോലെ ഇവന്റെ പല്ലും ഭീകരമാണ്. ഇത്രയും വേദനകൾ സഹിച്ചാണ് ഞാൻ വന്നതെന്ന് പറയാതെ പറയുകയാണവൻ. ദൈവമേ, ഇവനൊരു വലിയ സൈക്കോയാണല്ലോ എന്ന് പേടിച്ച് നായിക പതുക്കെ തിരിഞ്ഞു നോക്കുന്നു. അവിടെ ഒരു കൊച്ചു പയ്യനും അമ്മയുമുള്ളൊരു ഫോട്ടോ ഇരിക്കുന്നു. ഇത് കണ്ട ബെൻ, നീ അവിടെ എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ച് നായികയെ വേഗത്തിൽ വലിച്ചു കൊണ്ടുപോയി വീണ്ടും കെട്ടിയിടുന്നു. ആചാരത്തിനു വേണ്ടി അവൻ എന്തോ തയ്യാറാക്കുകയാണ്. ആദ്യം ഉപ്പുവെള്ളം പോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നീ കഴിച്ച ആ ഇറച്ചി ഇതിൽ കുതിർത്ത് വെച്ചാലേ ആ രുചി കിട്ടൂ. അങ്ങനെ കഴിക്കുമ്പോൾ അതെത്ര മൃദുവാവുമെന്നറിയാമോ എന്നവൻ പറയുമ്പോൾ നായിക അതൊക്കെ കണ്ടിട്ട്, നോക്കൂ, ആ ഫോട്ടോയിലുള്ളത് നിന്റെ അമ്മയല്ലേ? അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിന്നെപ്പോലെ തന്നെയുണ്ട്. അതെ, എൻ്റെ അമ്മയുടെ പേര് ജനം എന്നാണ്. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അവർ വളരെ സ്പെഷ്യലാണ്. എന്താണെന്നറിയാമോ, ഞാൻ ആദ്യമായി റിച്വൽ നടത്തിയത് അവരിലാണ്. അവരിപ്പോൾ എൻ്റെ ശരീരത്തിനുള്ളിലുണ്ട്. അവരുടെ ആത്മാവിനെ തന്നെ ഞാൻ കഴിച്ചു. അതായത് കരൾ കഴിച്ചാൽ ആത്മാവിനെ കഴിച്ചതിന് തുല്യമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇവൻ സ്വന്തം അമ്മയെ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. വിഷമിക്കണ്ട, കുറച്ചു സമയത്തിനുള്ളിൽ നിന്റെ ആത്മാവും എൻ്റെ ശരീരത്തിനുള്ളിലാവും എന്ന് സൈക്കോയെപ്പോലെ സംസാരിച്ച് നായികയുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നായിക അവൻ്റെ ചെവി കടിച്ചെടുക്കുകയാണ്. അവൻ വേദന കൊണ്ട് നിലവിളിക്കുന്നു. ആ പിടിവലിക്കിടയിൽ ആ കയർ അഴിഞ്ഞു വരുന്നു. ഇതാണ് അവസരമെന്ന് കരുതി നായിക എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ഓടുന്നു. എന്നാൽ അവൻ കയറിൽ പിടിച്ചു വലിക്കുന്നു. നായിക വിട്ടുകൊടുക്കാതെ എങ്ങനെയോ വെള്ളത്തിലേക്ക് ചാടുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നു. അവൻ നായികയെ കൈവിടാൻ പാടില്ല എന്ന് കരുതി ആ കയറെടുത്ത് സ്വന്തം അരക്കെട്ടിൽ കെട്ടുന്നു. വെള്ളം അത്രയും വേഗത്തിലാണ് വരുന്നത്. വെള്ളത്തിന്റെ ശക്തി കാരണം അവർ ഒരുപാട് ദൂരം ഒഴുകിപ്പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഈ മൊട്ടത്തലയൻ ഒരു മരത്തിൽ കുടുങ്ങുന്നു. എന്നാൽ നായിക പുറത്തേക്ക് വരുന്നു. നായിക പുറത്തു വന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നീങ്ങാൻ കഴിയുന്നില്ല. കാരണം ബെൻ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ. ഉടനെ കയർ അഴിച്ചു മാറ്റാൻ വേണ്ടി നായിക വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. പക്ഷേ അത് അഴിക്കാൻ കഴിയുന്നില്ല.
എങ്ങനെയോ അവനെ മോചിപ്പിച്ച് ആ കയറും വലിച്ച് നായിക കരയിലെത്തുന്നു. കരയിലെത്തി ആ കയർ എങ്ങനെയെങ്കിലും പൊട്ടിക്കാമെന്ന് കരുതി ഒരു കല്ലുമെടുത്ത് തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ബോധം തെളിഞ്ഞു വരുന്നു. അവൻ നായികയെ ആക്രമിക്കുന്നു. അവൻ നായികയെ താഴേക്ക് വലിച്ചു വീഴ്ത്തി കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. നായികയുടെ കണ്ണുകൾ നിറയുന്നു. എല്ലാം അവസാനിച്ചു എന്നവൾ കരുതുന്നു. തന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവസാന നിമിഷം അവൻ നായികയെ വിടുന്നത്. അവൻ എന്താണ് ചിന്തിച്ചതെന്നറിയില്ല. വിഷമിക്കണ്ട, എനിക്ക് നിന്നെ വെച്ച് ആചാരം നടത്തണം എന്നവൻ പറയുമ്പോൾ നായിക അടുത്തുണ്ടായിരുന്ന കല്ലെടുത്ത് അവന്റെ തലക്കടിക്കുകയും കാലിൽ ആഞ്ഞു തല്ലുകയും ചെയ്യുന്നു. അവന്റെ കാലൊടിഞ്ഞു തകരുന്നു. എങ്കിലും അവൻ നായികയുടെ മൂക്കിനിട്ടൊരു കുത്തു കൊടുക്കുന്നു. നായിക താഴെ വീഴുന്നു. രണ്ടുപേരും വേദന കൊണ്ട് നിലവിളിക്കുന്നു. അവന് നല്ല രീതിയിൽ പരിക്കേറ്റതുകൊണ്ട് അവൻ വേദന കൊണ്ട് പുളയുകയാണ്. അവൻ തന്റെ കാലിലേക്ക് നോക്കുമ്പോൾ കാലൊടിഞ്ഞിരിക്കുന്നു. അവനൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഒരുപാട് രക്തം വരുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. രണ്ടുപേരും ആ സ്ഥലത്ത് തന്നെ മിണ്ടാതെ കിടക്കുകയാണ്. കാരണം രണ്ടുപേർക്കും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. നായിക മനസ്സ് തുറന്ന് സങ്കടം പറയുകയാണ്. തന്റെ ഭർത്താവിനെ അവൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നും എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും അവൾ പറയുന്നു. ഇതൊക്കെ ആ മൊട്ടത്തലയൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരം വിളക്കാണ്. അവനെ വെച്ച് നോക്കുമ്പോൾ നായികയ്ക്ക് പരിക്കുകൾ കുറവാണ്. അപ്പോഴാണ് നായിക ചോദിക്കുന്നത്, നമുക്കിവിടെ നിന്ന് പോകണമെങ്കിൽ എത്ര ദൂരം പോകണം? ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഏകദേശം 12 ദിവസം നടക്കേണ്ടി വരും. എങ്കിലേ പുറത്തെത്താൻ കഴിയൂ എന്നവൻ പറയുന്നു. ഈ സമയത്താണ് നായികയ്ക്കൊരു ബുദ്ധി തോന്നുന്നത്. ആ മല കയറിയാൽ എന്താണ് കുഴപ്പം? നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതെങ്ങനെ കയറാൻ പറ്റും? അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉടനെ നായിക പറയുന്നു, അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ വിട്ടാൽ നീ ഇവിടെ കിടന്ന് ചത്തുപോകും. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കയറിപ്പോകാമെന്ന് നായിക പറയുമ്പോൾ അവന് പേടി വരാൻ തുടങ്ങുന്നു. നോക്കൂ, എന്നെയും കൂടെ കൊണ്ടുപോകൂ, ഞാൻ നിന്നെ സഹായിക്കാം. എങ്ങനെയെങ്കിലും നമ്മൾ രണ്ടുപേരും മുകളിലെത്തിയാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. ഈ കയർ ഞാൻ തന്നെ അഴിച്ചു തരാം. അത് കേട്ട് നായിക സമ്മതിക്കുന്നു. അവന് കാലിന് പരിക്കേറ്റതുകൊണ്ട് മുടന്തിയാണ് നടക്കുന്നത്. എങ്ങനെ കെട്ടിടണം, എങ്ങനെ മുകളിൽ ഹുക്കിടണം, എങ്ങനെ പിടിച്ചു കയറണമെന്നൊക്കെ നായിക അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവന്റെ കയ്യിലൊരു കത്തിയുണ്ടായിരുന്നു. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവൻ അവളുടെ കൂടെ കൂടിയത്. അത് കൂടാതെ അവൻ ഒരു കാര്യം കൂടി പറയുന്നു, നോക്ക്, മുകളിൽ കയറുമ്പോൾ നീ ആ ഹുക്കിൽ തൊടാൻ പാടില്ല. അങ്ങനെ തൊടാൻ വന്നാൽ നിന്നെയും പിടിച്ച് ഞാൻ താഴേക്ക് വലിക്കും. നീ മാത്രം രക്ഷപ്പെടാൻ നോക്കിയാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് മരിക്കേണ്ടി വരും. അവിടെ നിന്ന് നായിക ആ മല കയറാൻ തുടങ്ങുന്നു. നായിക കഷ്ടപ്പെട്ട് കയറി മുകളിൽ കുരുക്കിട്ട് കൊടുക്കുമ്പോൾ അവൻ വലിയ പ്രയാസമില്ലാതെ മുകളിലേക്ക് വരുന്നു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നായിക പതുക്കെ ആ ഹുക്ക് അഴിക്കാൻ നോക്കുന്നു. ഇത് ശ്രദ്ധിച്ച അവൻ പെട്ടെന്ന് നായികയെ താഴേക്ക് വലിച്ചിടുന്നു. ഞാൻ പറഞ്ഞതല്ലേ അതിൽ തുടരുതെന്ന്, പിന്നെ എന്തിനാണ് തൊട്ടത് എന്നവൻ ചോദിക്കുന്നു. ഞാൻ തൊട്ടില്ല, ആ സ്ഥലത്ത് ഹുക്ക് ഉറപ്പിക്കാൻ നോക്കിയതാണ് എന്ന് നായിക കള്ളം പറയുന്നു. ശരി ശരി, വേഗം മുകളിൽ കയറ് എന്നവൻ പറയുന്നു. ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണമല്ലോ എന്ന് ആലോചിച്ച് നായിക വീണ്ടും മുകളിലേക്ക് കയറുന്നു. നായിക ഹുക്ക് മാറ്റി മാറ്റി കയറുമ്പോൾ അവൻ ഒരു കുഴപ്പവുമില്ലാതെ പിന്നാലെ വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവൻ നായികയുടെ കാഴ്ചയിൽ നിന്നും മറയുന്ന സാഹചര്യം വരുന്നു. ഈ സമയം നായിക കയർ ഒരു മരത്തിൽ കുരുക്കിയിട്ട് ഹുക്ക് അഴിക്കാൻ നോക്കുന്നു. എന്നാൽ അവൻ അതെങ്ങനെയോ കണ്ടുപിടിക്കുന്നു. അവൻ വേഗത്തിൽ നായികയെ പിടിച്ചു വലിക്കുമ്പോൾ നായിക ആ മരത്തിൽ പിടിച്ചു തൂങ്ങുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന്റെ ആ വലിയിൽ അവന്റെ അരയിൽ കെട്ടിയിരുന്ന കയർ ഹുക്കിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീഴുന്നു. അയ്യോ പോയല്ലോ എന്ന രീതിയിൽ അവൻ നായികയെ നോക്കുമ്പോൾ ഇതാണ് പറ്റിയ അവസരമെന്ന് കരുതി നായിക സന്തോഷത്തോടെ മരത്തിൽ കുടുങ്ങിയ കയർ അഴിച്ചുവിടുന്നു. അതോടെ അവൻ മുകളിൽ നിന്ന് പാറക്കെട്ടുകളിലേക്ക് വീണ് ദാരുണമായി മരിക്കുന്നു. ഇപ്പോൾ നായിക മാത്രം മലയുടെ പകുതിയിൽ ബാക്കിയായി. കയ്യിൽ കയറില്ല, വേറെ ഒന്നുമില്ല. മനസ്സ് ധൈര്യപ്പെടുത്തി തന്റെ മുഴുവൻ അനുഭവപരിചയം ഉപയോഗിച്ച് അവൾ മല കയറാൻ തുടങ്ങുന്നു. സിനിമയുടെ തുടക്കത്തിൽ അവൾക്ക് കയറാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ഒരു എഡ്ജ് പോലെയുള്ള ഭാഗത്താണ് ഇപ്പോൾ അവൾ ഉള്ളത്. അന്ന് അവളുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുന്നു. വളരെ സാവധാനം റിലാക്സായി ചെയ്യണമെന്നവൻ പറഞ്ഞതോർത്ത് അവൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒറ്റ ചാട്ടത്തിന് അവൾ എങ്ങനെയോ മുകളിൽ കയറുന്നു. മുകളിലെത്തിയപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. വില്ലൻ ചത്തു, താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ അവൾ അവിടെയുള്ള കുറച്ച് വെള്ളം കുടിക്കുന്നു. കുറച്ചു ദൂരം കൂടി നടന്നു കഴിയുമ്പോൾ അവളൊരു റോഡിലെത്തി. അപ്പോൾ കൃത്യമായൊരു കാർ വരികയും ആ കാറിൽ കയറി അവൾ നേരെ റേഞ്ചേഴ്സ് ഓഫീസിലേക്കാണ്, അതായത് റേഞ്ചർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള പോലീസിനോട് ഈ ഫോട്ടോയിലുള്ള എല്ലാവരും എവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെടുന്നു. അവർ വന്ന ആ സ്ഥലം പരിശോധിക്കുമ്പോൾ 20-ലധികം മൃതദേഹങ്ങൾ അവിടെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ഇതെല്ലാം ആ സൈക്കോ ചെയ്ത പണിയാണല്ലോ. അതുകൊണ്ട് ന്യൂസ് ചാനലുകളിലും ഈ വാർത്ത വരുന്നു. അടുത്ത സീനിൽ നായിക തന്റെ കാറുമെടുത്ത് അടുത്ത സാഹസിക യാത്രയ്ക്കായി പുറപ്പെടുന്നു. അതോടെ സിനിമ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി തരണേ. അടുത്ത നല്ലൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.